ഞാൻ അദ്ദേഹത്തെ ഇന്ന് രാവിലെ സന്ദർശിച്ചിരുന്നു. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരം അറിഞ്ഞത്. എറണാകുളത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു സംഘടന കെട്ടിപ്പടുക്കുന്നതിലും ലീഗിന്റെ ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിലും മുന്നണി രാഷ്ട്രീയത്തിലെ മുന്നണി മര്യാദകൾ പാലിക്കുന്ന കാര്യത്തിലാണെങ്കിലും പശ്ചിമ കൊച്ചിയായി മട്ടാഞ്ചേരി എന്ന് പറയുന്ന മണ്ഡലത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നടത്തിയ ഇടപെടലുകൾ ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. പ്രത്യേകിച്ച് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം നമ്മുടെ സംസ്ഥാനത്തിന് മാത്രമല്ല, അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി നഴ്സ് ചെയ്യുന്ന കാര്യത്തിൽ വലിയ താല്പര്യമെടുക്കുന്ന, വലിയ സവിശേഷമായ ഇടപെടലുകൾ നടത്തുന്ന വ്യക്തിയാണ്. വ്യക്തിപരമായി ഏറെ സൗഹൃദം, ഏറെ അടുപ്പം, ഒരു വലിയ രാഷ്ട്രീയത്തിലെ ഒരു കാരണവർ എന്നുള്ള രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് 2019 ആദ്യമായി പാർലമെന്റിലെല്ലാം മത്സരിക്കുമ്പോൾ അദ്ദേഹം ഒരു വലിയ പിന്തുണയാണ് എല്ലാ മേഖലയിലും നൽകിയിട്ടുള്ളത്. അതെല്ലാം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരാജയപ്പെട്ടിട്ടില്ല. എറണാകുളത്ത് അദ്ദേഹം അതിന് നേരത്തെ മത്സരിച്ചിട്ടുള്ളൂ. പക്ഷെ അദ്ദേഹം ഒരു വലിയ, എറണാകുളത്തെ സംബന്ധിച്ച് ഒരു നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ആ കാലത്തിലുള്ള വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക. ശരി, ഹൈബി ഈഡൻ MP ആണോ പ്രതികരിച്ചത്?